ഹലോ നമസ്കാരം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണല്ലേ? ഈ ജോലി ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജോലിയുടെ പല ഘട്ടങ്ങളിലും ഓവറായിട്ട് നമ്മൾ പ്രഷറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പലപ്പോഴും ഈ സ്ട്രെസ്സ് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ അമിതമായി ജോലിഭാരം ഏറ്റെടുക്കുന്നത് കൊണ്ടല്ലേ. ഇതിന് പിന്നിലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പെർഫെക്ഷനിസം എന്നൊരവസ്ഥയുണ്ട്. അതായത് ചില ആളുകൾ ചിന്തിക്കുന്നു, ഈ ജോലി ഞാൻ ചെയ്യുന്നത് പോലെ പെർഫെക്റ്റായി മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ പെർഫെക്ഷനിസം ഉടലെടുക്കുന്നത്. ശരിക്കും ഇത് നല്ലൊരു കാര്യമാണോ? ഈ പെർഫെക്ഷനിസ്റ്റുകൾ ചെയ്യുന്നത് താൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും എൻ്റെ കൈകൊണ്ട് മാത്രം ചെയ്താലേ അതിനൊരു പൂർണ്ണത കൈവരൂ എന്ന ചിന്തയോടെ എല്ലാ ജോലിഭാരവും ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ അതിനകത്ത് പെർഫെക്ഷനിസ്റ്റുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ ജോലിഭാരം കൂടി ഏറ്റെടുക്കുകയും അതുമൂലം അവർ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കുക. അതേസമയം ജോലിഭാരം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വർക്ക് മാത്രം നമ്മൾ ഏറ്റെടുക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ ഈ ഒരു പെർഫെക്ഷനിസം മൂലമുള്ള സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ പീപ്പിൾ പ്ലീസിങ് ആണോ? അതായത് എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നവരാണോ? പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് നോ പറയാൻ അറിയില്ല എന്നുള്ളതാണ്. പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മറ്റുള്ളവർ സന്തോഷിക്കുന്നതിന് വേണ്ടി എത്ര വലിയ റിസ്കുകൾ ഏറ്റെടുക്കുന്നതിനും അവർ തയ്യാറാവുന്നു. പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈഫിൽ എപ്പോഴും സ്ട്രെസ് ആയിരിക്കും, എപ്പോഴും പ്രഷർ ആയിരിക്കും അവർ അനുഭവിക്കുന്നത്. കാരണം അവരെപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ കൂടെയുള്ളയാൾ ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു നോ പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്തായിരിക്കും വിചാരിക്കുക. ശരിക്കും ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊരു നോ പറഞ്ഞാൽ സംഭവിക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരു നോ പറഞ്ഞാൽ മറ്റുള്ളവർക്കത് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സിനും കാരണമാകുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു നോ നമ്മുടെ തന്നെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റായി വരെ മാറിയേക്കാം. നമ്മുടെ ഒരു നോ കൊണ്ട് പലപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സിനെയും നമുക്ക് ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് എല്ലാവർക്കും തങ്ങളോട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഈ ജോലികളെല്ലാം എന്നെ ഏൽപ്പിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെയാണ് പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഇതൊരു യൂസിങ് അല്ലേ? ഇവിടെ ഒരു കൈൻഡ് ഓഫ് യൂസിങ് നടക്കുന്നത് ശരിക്കും ഈ വ്യക്തികൾ അറിയുന്നില്ല. തങ്ങളിൽ നിക്ഷിപ്തമായ ജോലി മാത്രം ചെയ്ത് മടങ്ങേണ്ട ആളുകൾ മറ്റു പല ജോലികളും കൂടി ഏറ്റെടുത്ത് ഓവർ വർക്ക് ഫീൽ അനുഭവിക്കുകയാണ്, ഓവർ സ്ട്രെയിൻ അനുഭവിക്കുകയാണ്. അപ്പോഴും അവർ ചിന്തിക്കുന്നത് എന്നെപ്പറ്റി എല്ലാവരും നല്ലതായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ബഹുമാനിക്കപ്പെടാം, എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. ശരിക്കും ഇത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ഈ സമയത്ത് പൂർണ്ണമായിട്ടും പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകളെ മറ്റാളുകൾ യൂസ് ചെയ്യുക തന്നെയാണ്. ഡെലിഗേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവരിലുള്ള വിശ്വാസക്കുറവ് മൂലം എല്ലാ ജോലികളും ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ പാർട്ട്ണറിനോടുള്ള വിശ്വാസക്കുറവാവാം, അല്ലെങ്കിൽ കുട്ടികളോടുള്ള വിശ്വാസക്കുറവാവാം. ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ചില ആളുകൾ അത് തന്നെ സ്വയം ഏറ്റെടുത്തിട്ട് ചെയ്യുകയാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള മനസ്സില്ലാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, മറ്റുള്ളവരിലുള്ള ഒരു വിശ്വാസക്കുറവാണ് ഇവിടെ അനുഭവിക്കുന്നത്. ശരിക്കും ഈ മറ്റുള്ളവരിലുള്ള വിശ്വാസക്കുറവ് എന്നതിൽ ഇവിടെ വരുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ കുറവാണ്. അവനവനിൽ തന്നെ വിശ്വാസമില്ലാത്ത, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ മറ്റുള്ളവരെ വിശ്വാസമില്ലാത്ത അവസ്ഥ വരുന്നത്. ഈ ഒരു അവസ്ഥ മൂലം എല്ലാ ജോലികളും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വരുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർ എത്രമാത്രം സ്ട്രെയിനാണ്. എന്നിട്ട് അവരെപ്പോഴും പറയുകയാണ്, എനിക്കെപ്പോഴും സ്ട്രെയിനാണ്, ഞാൻ ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഓവർ സ്ട്രെയിൻഡ് ആണ്, എനിക്ക് ഹൈ പ്രഷറാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് ആരും നമ്മളെ അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണോ ജോലി ചെയ്യുന്നത് അതിൻ്റെ ശമ്പളം മാത്രമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. സോ നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്ഷനിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ ശരിയാവൂ എന്നുള്ള വാശി നമ്മളെ തന്നെ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും.
അല്ലെങ്കിൽ പീപ്പിൾ പ്ലേസിംഗ് ആയിട്ടുള്ളവർക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ പ്ലേസിംഗ് ആയിട്ടുള്ള ആളുകൾ മറ്റു പലർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ തിരിച്ചൊരു അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും അവരെ തേടി വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ പിന്നീട് അങ്ങോട്ട് നിരാശയിൽ ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നോ പറയാൻ പഠിക്കുന്നിടത്താണ് വിജയത്തിൻ്റെ താക്കോലിരിക്കുന്നത്. ശരിക്കും അത് ജോലിയിലായാലും ബന്ധങ്ങളിലായാലും മനസ്സിലാക്കുക, നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും ഒഴിവാക്കേണ്ടതിന് മുമ്പിൽ നോ എന്ന 2 വാക്കുകൊണ്ട് അവയെ ഒഴിവാക്കാനും പഠിക്കുന്നിടത്താണ് ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മുടെ നോ പലപ്പോഴും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം 2 ലെറ്റേഴ്സ് മാത്രമായിരിക്കാം. എന്നാൽ ഈ ഒരു നോ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് ഇറ്റ്. ബ്രേക്ക് ദ സൈലൻസ്, ബ്രേക്ക് ദ സ്റ്റിഗ്മ.